ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ. അതെ, നമ്മുടെ ഈ വീഡിയോയുടെ ടൈറ്റിൽ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ. നിങ്ങൾ പറയും, നിങ്ങളുടെ മാത്രമല്ലല്ലോ, നമ്മുടെയും കൂടെ അല്ലേ? അതെ, ഗുരുവായൂരപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയാണ്. എന്നാലും എല്ലാവർക്കും അവരവർക്ക് തോന്നും ഗുരുവായൂരപ്പൻ എൻ്റെ മാത്രമാണ്. അതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത. ഗുരുവായൂരപ്പൻ എല്ലാവരുടേതുമാണ്. പക്ഷെ എന്നാലും ഓരോ ഭക്തർക്കും തോന്നും ഗുരുവായൂരപ്പൻ എൻ്റേത് മാത്രമാണ് എന്ന്. ഭഗവാൻ പശുക്കളെ മേയിച്ച് പോകുന്ന സമയത്ത് ഓരോ പശുക്കൾക്കും തോന്നും ഗുരുവായൂരപ്പൻ എൻ്റേത് മാത്രമാണ്. ഇത്രയും പശുക്കളുണ്ടായിട്ടും ഗുരുവായൂരപ്പൻ എന്നെ മാത്രമാണല്ലോ ശ്രദ്ധിക്കുന്നത് എന്ന് ഓരോ പശുക്കൾക്കും തോന്നും, ഓരോ പശുക്കുട്ടികൾക്കും തോന്നും. ഭഗവാൻ കൂട്ടുകാരുമായിട്ട് കളിച്ച് നടക്കുമ്പോഴും ഓരോ കൂട്ടുകാർക്കും തോന്നും ഗുരുവായൂരപ്പൻ എൻ്റേത് മാത്രമാണ്. ഓരോ ഗോപികമാർക്കും ഇത് തന്നെയാണ് തോന്നുന്നത്. അതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത. ഒരേ സമയത്ത് ഓരോ ഭക്തരെയും പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ ഗുരുവായൂരപ്പന് കഴിയും. എന്നാൽ ആ ഒരു ഗുരുവായൂരപ്പനെ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഗുരുവായൂരപ്പനെ, എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പനെ തിരിച്ചറിയാൻ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സമയം അതിനു വേണ്ടി കണ്ടെത്താം. എല്ലാ ദിവസവും 1 മണിക്കൂറുള്ള ഈ വീഡിയോയിലൂടെ ഗുരുവായൂരപ്പൻ്റെ ലീലകൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തായിരിക്കും ഇതിൽ ചർച്ച ചെയ്യുന്നത്? അത് ഒരുപാട് ട്വിസ്റ്റുകൾ ഇനി ഉണ്ടാവും. ഒരുപാട് രഹസ്യങ്ങൾ അതിൻ്റെ പുറത്തുണ്ടാവും. അന്നേരം ഗുരുവായൂരപ്പൻ എവിടെ നിന്ന് വരുന്നുവോ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എന്നിട്ട് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ ഇതുവരെയുള്ള സംഭവങ്ങൾ, അങ്ങനെ ഇതെല്ലാം കൂടെ അടങ്ങിയതായിരിക്കും എൻ്റെ ഈ സ്വന്തം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഈ വീഡിയോസിലൂടെ. ഭഗവാൻ അനന്തനാണ്, കാലാതീതനാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പേ ഭൂഭാരം തീർക്കാൻ വേണ്ടി അദ്ദേഹം വന്നപ്പോൾ അതിനു മുമ്പേ അദ്ദേഹം ഇല്ല എന്നല്ല, അദ്ദേഹം എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ മഹാഭാരതം വീഡിയോകളിലൂടെ നമ്മൾ ഭക്തവത്സലനായ ഗുരുവായൂരപ്പനെ മനസ്സിലാക്കി. പാണ്ഡവർക്ക് വേണ്ടി ഭഗവാൻ ഏതറ്റവും പോകും, അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. കുട്ടിക്കാലം മുതലേ നമ്മളിതൊക്കെ കേട്ട കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും വളരെ ഡീപ്പായിട്ട് വളരെ ആഴത്തിൽ പോയി നമ്മൾ മഹാഭാരതം ചർച്ച ചെയ്തു, അല്ലേ? ഇനി നമ്മൾ വളരെ ആഴത്തിൽ ഗുരുവായൂരപ്പൻ്റെ ലീലകൾ ചർച്ച ചെയ്യാൻ പോകും. ഈ ഒരു ഗ്രന്ഥം, ഇതിനു വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ഏത് ഗ്രന്ഥമായിരിക്കും? കാരണം നമ്മൾ ഊഹാപോഹങ്ങൾ കൊണ്ടായിരിക്കില്ലല്ലോ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമ്മളെപ്പോഴും ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ ആയിരിക്കണം നമ്മളത് ചർച്ച ചെയ്യുന്നത്. നാരായണീയം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ്. ശ്രീമദ് ഭാഗവതം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ്. ഇതാണ് ഗുരുവായൂരപ്പനെ അടുത്തറിയാനുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിന് തുല്യം ഈ ലോകത്തിൽ വേറൊരു ഗ്രന്ഥമില്ല. കാരണം ഭഗവാനെ അറിയണമെങ്കിൽ പുസ്തകജ്ഞാനം മാത്രം പോരാ, ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രം പോരാ. ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഏത് സമയത്ത് വന്നു, എവിടെയായിരുന്നു, ഏത് സ്ഥലത്തായിരുന്നു, എന്തൊക്കെ ചെയ്തു എന്നത് മാത്രം കൊണ്ട് നമുക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഭഗവാനെ ഒരു ഐതിഹാസിക കഥാപാത്രമാക്കി മാറ്റുക. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരാൾ ഇപ്പോൾ പോയി, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നമുക്ക് കഴിയാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ക്ഷേത്രം പണിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ ആരാണ് എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? 5000 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പോലെ ഇപ്പോഴും അദ്ദേഹം ഉണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ? ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം? തമാശ പറയുന്നില്ല കേട്ടോ, തള്ളുന്നതുമല്ല. ഈ ഒരു വീഡിയോ തീരുമ്പോൾ, ഈ ഒരു വീഡിയോ അല്ല, ഈ സീരീസ്, അതായത് തുടക്കം മുതൽ
ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ മുതൽ നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ദേവകീ നന്ദനൻ അദ്ദേഹം അവതരിച്ചപ്പോൾ മുതൽ ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ ഈ സീരീസ് ചർച്ച ചെയ്യുന്നത്. അതിലൂടെ ഗുരുവായൂരപ്പൻ ഇപ്പോൾ എവിടെയാണ്, നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങൾക്ക് ഗുരുവായൂരപ്പനായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നായിരിക്കും ഈ ഗുരുവായൂരപ്പൻ്റെ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഈ വീഡിയോ സീരീസ് അവസാനിക്കുന്നു. അപ്പോഴേക്കും നിങ്ങളൊരു പരുവാവും, ഞാനും ഒരു പരുവാവും. എങ്ങനെ ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം, ഗുരുവായൂരപ്പനോടുള്ള ഭക്തി, വിശ്വാസം എല്ലാം വർദ്ധിച്ച് ഒരു യഥാർത്ഥ ഗുരുവായൂരപ്പ ഭക്തനായിട്ട് നിങ്ങൾ മാറും. അതെനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഓക്കെ, നമ്മൾ ഏത് ഗ്രന്ഥമായിരിക്കും ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു? ഗർഗഭാഗവതം. എന്തുകൊണ്ട് ഗർഗഭാഗവതം തിരഞ്ഞെടുക്കുന്നു? ശ്രീമദ് ഭാഗവതത്തിൽ ഇല്ല എന്നാണോ? ശ്രീമദ് ഭാഗവത്തെ പോലൊരു ഗ്രന്ഥം ഈ ലോകത്തിൽ വേറെ ഇല്ല. ഗർഗഭാഗവതത്തിൻ്റെ പ്രത്യേകത ഭാഗവത്തിലുള്ള ലീലകൾക്കുള്ള ചില ഹിൻറ്റുകൾ. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സിനിമ പോലെയാണ് പോകുന്നത്. അതുകൊണ്ട് ചിലയിടത്ത് നമ്മൾ ആ ഒരു കണക്റ്റിംഗ് ഡോട്ട് നമുക്ക് കിട്ടത്തില്ല. അത് ഭാഗവതത്തിൻ്റെ പോരായ്മയല്ല, അത് ഭാഗവതത്തിൻ്റെ മേന്മയാണ്. അതായത് അത്രത്തോളം ഇപ്പോൾ നിങ്ങൾ ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ശുഭദേവ് ഗോസ്വാമിയുടെ പരീക്ഷന്മാരെ വീണ്ടും ചോദിക്കുകയാണ്, ഇനി അതൊന്ന് വിശദീകരിച്ച് പറയാമോ, ഇതൊന്ന് പറയാമോ, അതെന്തായിരുന്നു അങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അവിടെ കൂടുതൽ വ്യക്തത കിട്ടുന്നത്, അല്ലേ? അതിന് പല കാരണങ്ങളുമുണ്ട്. ശുഭദേവ് ഗോസ്വാമി അത്രത്തോളം ഭഗവാന്റെ വിരഹത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വൃന്ദാവന ലീലകൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അവിടെ ചർച്ച ചെയ്യാൻ പറ്റിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിനുള്ള യോഗ്യത എല്ലാവർക്കും ഇല്ല. കാരണം പരീക്ഷിത് മഹാരാജ് മാത്രമല്ല അവിടെ ഇരിക്കുന്നത്, ഒരുപാട് ഋഷിമാരുണ്ട്, എല്ലാവരും യോഗ്യരായിരിക്കത്തില്ല. അതുകൊണ്ട് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്താവ്, എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്ന പരമോന്നത ഈശ്വരൻ ആരാണെന്ന് ഭാഗവത്തിലൂടെ അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് ഒരുവിധം നമുക്ക് ഐഡിയ കിട്ടി. നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധീകരിച്ച് അദ്ദേഹവുമായിട്ടുള്ള ഭക്തി വർദ്ധിപ്പിച്ചു. ഗർഗഭാഗവത്തിലൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നടന്ന സംഭവങ്ങളെ നമുക്കറിയാൻ പറ്റും. അതായത് ഗർഗഭാഗവത്തിലൂടെ നമുക്ക് ശ്രീമദ് ഭാഗവത്തെ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മഹാഭാരതം കഴിഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തില്ലേ, ഞാൻ വിചാരിച്ചു നമുക്ക് നരസിംഹലീല ചർച്ച ചെയ്യാം. കാരണം 11-ാം തീയതി നരസിംഹ ചതുർദശിയാണ്. നരസിംഹസ്വാമി അവതരിച്ച ദിവസമാണ് പ്രഹ്ലാദന് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി. അങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഭഗവാൻ നരസിംഹസ്വാമിയുടെ ഒരു പ്രചോദനം ലഭിച്ചു എന്ന് തന്നെ പറയാം. ഗർഗഭാഗവത്തിലേക്ക് പോകാനാണ് അടിയന് ഉള്ളിൽ നിന്നൊരു പ്രചോദനം ലഭിച്ചത്. കാരണം ഗുരുവായൂരപ്പൻ തന്നെയാണ് നരസിംഹം, നരസിംഹം തന്നെയാണ് ഗുരുവായൂരപ്പൻ, അല്ലേ? സ്വന്തം ഭക്തനായ പ്രഹ്ലാദന് വേണ്ടി ഭഗവാൻ അതിമനോഹരമായിട്ടുള്ള സിംഹരൂപം എടുക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം, ഭഗവാന്റെ പ്രചോദനപ്രകാരം നമ്മൾ ഗർഗഭാഗവത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഗർഗഭാഗവതം നിങ്ങൾ വിപണിയിൽ ലഭിക്കുന്ന ആ ഒരു ഗ്രന്ഥമായിരിക്കില്ല. ഒരു പക്ഷേ വേറെ എങ്ങും ലഭിക്കാത്ത, ഒരു പക്ഷേ മലയാളത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയൂ. അത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അടിയൻ വിനയപൂർവ്വം ആ ഒരു സേവനം സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഗർഗഭാഗവതം പലയിടത്തും ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏകദേശം നിങ്ങൾക്ക് ഭാഗവതം ഇങ്ങനെ കേട്ട് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതെനിക്കറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെ അത് വിട്ടുകളയരുത്. കാരണം അതിൻ്റെ ഇടയിൽ ചില ഡീറ്റെയിൽസ് ഉണ്ട്, അത് നിങ്ങൾ മിസ്സാകരുത്. അത് നിങ്ങൾ ഇതുവരെയും കേൾക്കാത്തതായിരിക്കും. പിന്നെ പകുതിയോളം കഴിഞ്ഞതിന് ശേഷം ഒരു കംപ്ലീറ്റ് ട്വിസ്റ്റാണ്, പ്രത്യേകിച്ച് കംസൻ്റെ ആ വധത്തിന് ശേഷം. അതുകൊണ്ട് ഒരു സ്റ്റുഡൻ്റ് എങ്ങനെയാണോ അവരുടെ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടത് പഠിക്കുന്നത്,
അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇത് തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ കേൾക്കണം. കാരണം എൻ്റെ ഊഹാപോഹങ്ങൾ കൊണ്ടൊന്നും അല്ല ഈ കഥ ഉണ്ടാക്കിയെടുത്തതല്ല. മഹാഭാരതം വീഡിയോ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? അതിലൂടെ നമുക്ക് ഭഗവാനെക്കുറിച്ചൊരു ഭഗവാനെക്കുറിച്ചുള്ള ഒരു മതിപ്പെന്ന് വേണമെങ്കിൽ പറയാം, അതൊന്ന് കൂടി അല്ലേ, ഉറപ്പായിട്ടും. അതുകൊണ്ട് ഗർഗഭാഗവത്തിലൂടെ നമുക്ക് ഭഗവാനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഗുരുപരമ്പരാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കാം. അന്നേരം എല്ലാ ദിവസവും ഇത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ആയിരിക്കും. 1 മണിക്കൂറിലൂടെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. എല്ലാ ദിവസവും ഈ 1 മണിക്കൂർ ഗുരുവായൂരപ്പന് വേണ്ടി മാറ്റി വയ്ക്കുക. അതുകൊണ്ട് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ഹൃദയത്തിൽ കൈവച്ചിട്ട് എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് തുടങ്ങുക അല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദം സകലവിദ്യാ ശ്രീശാഖാന്വിതം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാധാമധായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാർഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതവസിദ്ധാന്തധാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദേശസജ്ജനപ്രിയ വൈഷ്ണവസർവോമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസ്യൈ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തേ. ജയതാം സുരദോപം ഗൗർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാംബുജോ രാധാമദനമോ. ദിവ്യവൃന്ദാരണ്യഗർഭദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാരഭ്യ സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസുരസാരംഭി വംശീപരത്തരസ്ഥിതാകർഷൻ വേണുസ്വനേൻ ഗോപിർഗോപീനാഥസേവ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി. പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം രാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം രാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം രാം. മുഖം കരോതി വാചാരം ഭംഗം രംഗായതേ യത്കൃപാതമോ.
ശ്രീ ഗുരുവും ദീനധാരീണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമേശ്വര ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഞാനെപ്പോഴും പറയുന്ന പോലെ ഈ ഒരു അറിവുകളൊക്കെ അടിയന് ലഭിച്ചത് അടിയൻ്റെ ഗുരുപരമ്പരയിലൂടെയാണ്. അതുകൊണ്ട് അടിയൻ്റെ ഗുരുവായ പരംപൂജ്യ ജയപതാക സ്വാമി ഗുരു മഹാരാജിൻ്റെ തൃപ്പാദങ്ങൾ കോടി കോടി പ്രണാമങ്ങൾ. അദ്ദേഹത്തിൻ്റെ മുതിർന്ന ശിഷ്യരുടെ തൃപ്പാദങ്ങൾ കോടി കോടി പ്രണാമങ്ങൾ. അടിയനെ ഈ ഒരു സ്ഥാനത്ത് വരെ എത്തിച്ച എല്ലാ ഗുരുഭൂതന്മാരുടെയും തൃപ്പാദങ്ങളും നമസ്കരിച്ച് ഞാൻ ഇന്നത്തെ ഗർഗപാദം ഭാഗവതം ആരംഭിക്കുകയാണ്. ഇതിനുള്ള ഒരു യോഗ്യതയും അടിയനില്ല. എല്ലാം ഗുരുപരമ്പരയുടെ കാരുണ്യം കൊണ്ടാണ്. പ്രഭുപാജിയുടെ കാരുണ്യം, ഗുരു മഹാരാജിൻ്റെ കാരുണ്യം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തന്നെ തിരുവവതാരമായ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം, ബ്രഹ്മമാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ കാരുണ്യം, എല്ലാം ഗുരുവായൂരപ്പൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും കാരുണ്യം. പിന്നെ ഒരു കൂട്ടം നല്ല ഭക്തർ, നിങ്ങളെപ്പോലുള്ള ഭക്തർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് നിങ്ങളുടെ ശ്രദ്ധകളെ ആകർഷിപ്പിക്കുന്ന, നിങ്ങൾക്ക് ഒരുപാട് ആസ്വാദനം നൽകുന്ന പല പല എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും ഉണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് തുടക്കത്തിൽ കയ്പായിട്ട് തോന്നുന്ന ഈ ലീലകളൊക്കെ കേൾക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയ മനസ്സ് ഒരു വലിയൊരു തപസ്യയാണ്. പക്ഷേ ഇത് കേട്ട് ഇതിൻ്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അങ്ങനെ മാധുര്യം അറിഞ്ഞ കുറേ ഭക്തരുണ്ട്. അവരാണ് ഇപ്പോൾ ഇത് തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു കയ്പായിട്ട് തോന്നും. പക്ഷേ ക്രമേണ അതിൻ്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഓക്കെ, കാരണം നമ്മൾ പറയുന്നത് മധുരാധിപതേ അഖിലം മധുരം, മധുരത്തിൻ്റെ സ്രോതസ്സായ മധുരാധിപതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ചർച്ച തുടരാം. അന്നേരം ബ്രഹ്മം അഥവാ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ, ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ, അതിലൂടെയാണ് നമ്മൾ ഗർഗ ഭാഗവതം പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ ഗർഗ സംഹിത എന്നും പറയും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്ന ഗർഗ ഭാഗവത്തെ പോലെ ആയിരിക്കത്തില്ല ഇത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും, കുറച്ചും കൂടെ ആഴത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇതും ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ഗ്രന്ഥമാക്കാൻ നമുക്ക് ശ്രമിക്കാം, ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒരിക്കൽ ഗർഗമുനി ശൗനക ഋഷിയെ കാണാൻ പോയി. ഗർഗമുനിയെ കണ്ടപ്പോൾ ശൗനക ഋഷിയും മറ്റുള്ള ഋഷികളെല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ ഇരുത്തി അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ശൗനക ഋഷി പറഞ്ഞു, അങ്ങേപ്പോലുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ നമുക്ക് ദർശനം നൽകുന്നത് നമ്മുടെ പരമസൗഭാഗ്യമാണ്. അതിലൂടെ നമ്മുടെ ഹൃദയത്തിലുള്ള അജ്ഞാനമെല്ലാം അങ്ങ് അകറ്റും. എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്, അതെല്ലാം അങ്ങ് ദൂരീകരിക്കണം. എപ്പോഴൊക്കെയാണ് ഭഗവാൻ ഈ ലോകത്തിൽ വരാറുള്ളത് എന്ന് ചോദിക്കാം. ഗർഗമുനി പറഞ്ഞു, ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെയും അതീന്ദ്രിയ ലീലകളെയും വർണ്ണിക്കുന്ന ആ ഒരു ചരിതം, ആ ഒരു ചർച്ച പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ആ സ്ഥലത്തും എന്നേക്കുമായിട്ടും മംഗളം തന്നെ കൊണ്ടുവരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുരാണങ്ങളിൽ നിന്ന് ഞാൻ ഒരു സംഭവം പറയാം. അത് കേൾക്കുന്നതിലൂടെ മാത്രം ഒരുപാട് പാപം നശിക്കും. പണ്ട് മിഥിലയിൽ ഒരു ശക്തനായിട്ടുള്ളൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബഹുലാശ്വൻ. വളരെ ശാന്തഹൃദയനായിരുന്നു, അഹങ്കാരമൊന്നും ഇല്ലാതെ ഇരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ബഹുലാശ്വൻ ഭഗവാന്റെ വലിയൊരു ഭക്തനുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം, ഞാൻ ഇരിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നും നാരദ മഹർഷി അവിടെ എത്തുകയാണ്. നാരദ മഹർഷി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്തു, കൈകൂപ്പി നമസ്കരിച്ചു. എന്നിട്ട് ബഹുലാശ്വ രാജാവ് പറഞ്ഞു, നാരദ മഹർഷി, ഭഗവാൻ
ഭൗതിക ശക്തിക്കും അപ്പുറത്താണ്. പിന്നെ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അനശ്വരമായിട്ടുള്ള അതീന്ദ്രിയ രൂപത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ഭൂമിയിൽ അവതരിക്കുന്നത്? അതെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പശുക്കളെ സംരക്ഷിക്കാനും ഭക്തരെ സംരക്ഷിക്കാനും ദേവന്മാരെ സംരക്ഷിക്കാനും വേദങ്ങളെ സംരക്ഷിക്കാനും ഹരി, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ രൂപം എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഈ ലോകത്തിൽ ലീലകൾ ചെയ്യുന്നത് എന്നെനിക്കൊന്ന് പറഞ്ഞു തരണം. ഒരു മായാജാലക്കാരൻ അദ്ദേഹത്തിൻ്റെ മായാജാലം കണ്ട് ഒരിക്കലും സംഭ്രമത്തിലാകാറില്ല. അതേപോലെ ഭഗവാന്റെ മായയിൽ ഈ ലോകം മുഴുവൻ പരിഭ്രാന്തരായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും മായയിൽപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം സ്വയം അതിലൊരിക്കലും പെട്ടു പോകാറില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലീല കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വളരെ കൺഫ്യൂസിങ് ആണ് എന്ന് തന്നെയാണ് ഇവിടെ ബഹുലാശ്വ രാജാവ് പറയുന്നത്. ബഹുലാശ്വ രാജാവ് പറഞ്ഞു, എപ്പോഴൊക്കെയാണ് ഭഗവാൻ എല്ലാ തരത്തിലുള്ള അശുഭങ്ങളെയും അകറ്റുന്ന ആ ഹരി ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴൊക്കെയാണ് വരുന്നത്? അങ്ങ് കാരുണ്യപൂർവ്വം എനിക്ക് പറഞ്ഞു തരുന്നത്. അന്നേരം ഗർഗമുനിയോട് ശൗനകാദി ഋഷികൾ ചോദിച്ചു. അതിന് ഉത്തരമായിട്ട് ഇതിനു മുമ്പേ ഇതേ ചോദ്യം ബഹുലാശ്വ രാജാവ് നാരദ മഹർഷിയെടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഒരു മിനിറ്റ്, സ്മൃതിശാസ്ത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. വ്യാസമഹർഷി ഒരുപാട് സ്മൃതികൾ എഴുതിയിട്ടുണ്ട്. സ്മൃതി എന്ന് പറഞ്ഞാൽ ശ്രുതി, സ്മൃതി. ശ്രുതി, സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, സ്മൃതി എന്ന് പറഞ്ഞാൽ ആ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ വേദങ്ങൾ പഠിച്ചു സാക്ഷാത്കരിച്ച അവരുടെ സാക്ഷാത്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതിനെ സ്മൃതികൾ എന്ന് പറയും. അതിൽ പുരാണങ്ങളൊക്കെ വരും. അന്നേരം ഇവിടെ നാരദ മഹർഷി പറയുന്നു, സ്മൃതി ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാസമഹർഷി പറയുന്നു, ഭഗവാൻ 6 തരത്തിലുള്ള രൂപങ്ങളിലാണ് ഈ ലോകത്തിൽ അവതരിക്കുന്നത്. കേട്ടില്ലേ? അന്നേരം നമ്മൾ ഇത് ഒരിക്കലും നമ്മൾ കേട്ട് കാണത്തില്ല അല്ലേ? അന്നേരം ഇതിനു മുമ്പേ നമ്മൾ ഭാഗവത്തിലൂടെ പഠിക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കത്തില്ല. ഇത് ഇനി നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ടില്ല. അതായത് 6 തരത്തിലുള്ള രൂപങ്ങളിലാണ് ഭഗവാൻ വരുന്നത്. എന്തൊക്കെയാണ്? അംശ, 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 ആവേശ, കല, പൂർണ്ണ, പരിപൂർണാത്മ. ഈ 6 തരത്തിലുള്ള രൂപങ്ങളിലൂടെയാണ് ഭഗവാൻ വരുന്നത്. ഒരു മിനിറ്റ്, ഓരോരോ ഡിസ്റ്റർബൻസ്. ഇനിയിപ്പോൾ ശല്യമില്ല. എന്ത് ചെയ്യാനാ, കലിയുഗമല്ലേ. ഭഗവാനെക്കുറിച്ച് പറയാനും കേൾക്കാനും യോഗമില്ലാത്തൊരു കാലഘട്ടമാണ്. ഇങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റുന്നു അല്ലേ? എന്നാലും നമ്മൾ ഭാഗവത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമുണ്ട്, ഏതേച്ചാംശ കലാപുംസ. അതിൽ അംശ, കല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഗർഗഭാഗവത്തിൻ്റെ പ്രത്യേകത. അതും എല്ലാ ഗർഗഭാഗവതും പഠിച്ചു ഇത് മനസ്സിലാവത്തില്ല. നാരായണീയത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കല അങ്ങ് നിഷ്കലനാണ്, അങ്ങ് കലയല്ല, അങ്ങ് എല്ലാ കലകളുടെയും സ്രോതസ്സാണ്, സകലനാണ് എന്നൊക്കെ ഒരു വാക്കുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് നിങ്ങളിപ്പോഴും മനസ്സിലാക്കുക. അതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇനിയുള്ള ക്ലാസ്സുകൾ. നമ്മുടെ ഗുരുവായൂരപ്പനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പനെ, നിങ്ങളുടെ സ്വന്തം ഗുരുവായൂരപ്പനെ, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെ. എന്നാൽ ഇവിടെ പറയുന്നു, വ്യാസമഹർഷിയുടെ ശാസ്ത്രങ്ങളനുസരിച്ച്, ഒരു മിനിറ്റ്, ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, ഇടയ്ക്കൊരു
ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നു, എന്ത് ചെയ്യാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ചർച്ച തുടരാം. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ വ്യാസമഹർഷി പറയുന്നു സ്മൃതി ശാസ്ത്രങ്ങളിൽ, സ്മൃതി എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് വ്യാസമഹർഷി പറഞ്ഞത് പ്രകാരം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, വ്യാസമഹർഷി എന്ന് പറഞ്ഞാൽ നാരദ മഹർഷിയുടെ ശിഷ്യനും കൂടെയാണ്. പക്ഷെ നാരദ മഹർഷി പോലും ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആധികാരികത കൊണ്ടുവരാനായിട്ട് അവിടെ മറ്റ് ആചാര്യന്മാരുടെ ഉദ്ധരണികൾ അവിടെ പറയും. ഞാനിവിടെ പറഞ്ഞു, സ്മൃതി ശാസ്ത്രങ്ങളിൽ വ്യാസമഹർഷിയെ പോലെയുള്ള മുതിർന്ന ഋഷിമാർ പറയുന്നുണ്ട് ഭഗവാൻ 6 രീതിയിലാണ് വരുന്നത്. എന്തൊക്കെയാണ്? അംശ, ആവേശ, കല, പൂർണ്ണ, പരിപൂർണാത്മ. ഈ 6 രീതിയിലാണ് ഭഗവാൻ വരുന്നത്. അംശ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശത്തിൻ്റെ അംശം. പിന്നെ അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശം, ഭഗവാന്റെ ഒരു അംശം. ആവേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവാത്മാവിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ശക്തികളെയൊക്കെ നിറയ്ക്കുന്നു. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു ഭാഗം, അംശം മാത്രമല്ല ഭഗവാന്റെ വലിയൊരു ഭാഗം, അതാണ് കല എന്ന് പറയുന്നത്. പൂർണ്ണ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണഭാഗം. ഇനി പരിപൂർണതമ എന്ന് പറഞ്ഞാൽ സ്വയം ഭഗവാൻ. ഇങ്ങനെ 6 രീതിയിലാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ വരുന്നത്. അംശ, ആവേശ, കല, പൂർണ്ണ, പരിപൂർണതമ. ഇതിനു മുമ്പേ നമ്മൾ ഗർഗഭാഗം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് ചർച്ച ചെയ്തതായിരുന്നു. ഓക്കെ, ഇനി ഇത് എന്തൊക്കെയാണ്, ഇങ്ങനെ ഏതൊക്കെ അവതാരങ്ങളാണ് ഇതിൽ വരുന്നത്? അംശയിൽ വരുന്നത് മരീചിയെ പോലുള്ള ഋഷിമാർ, ഇതും ഭഗവാന്റെ അവതാരങ്ങളാണ്. അതായത് ഭഗവാന്റെ അംശത്തിൻ്റെ അംശം മരീചിയെ പോലുള്ള ഋഷികൾ. ഇനി അംശ അവതാരങ്ങളിൽ എന്തൊക്കെ വരും? ബ്രഹ്മദേവൻ ഭഗവാന്റെ ഒരു അംശമാണ്. ഇനി കലാ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ കപില ഋഷി, കൂർമ്മ അവതാരം, കപിലമുനി ഭഗവാന്റെ കലാവതാരമാണ്. പിന്നെ കൂർമ്മ അവതാരം, അങ്ങനെയൊക്കെ. ആവേശ അവതാരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തി ഒരു ജീവാത്മാവിൽ സന്നിവിശേഷിപ്പിക്കുന്നു. അതിൻ്റെ ഉദാഹരണം പരശുരാമസ്വാമി. ഓക്കെ, എന്നിട്ട് നാരദ മഹർഷി വീണ്ടും പറയുന്നു സ്മൃതിശാസ്ത്ര പ്രകാരം പൂർണ്ണ അവതാരങ്ങൾ എന്തൊക്കെയാണ്. എന്നിട്ട് നമ്മൾ പൊതുവെ ഭഗവാൻ കൃഷ്ണനെയാണ് പൂർണ്ണ അവതാരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് പരിപൂർണതമനാണ്, പൂർണ്ണ അവതാരം മാത്രമല്ല. അന്നേരം പൂർണ്ണ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണ ശക്തി അതിലുണ്ട്. അന്നേരം പരിപൂർണതമ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ശക്തി മാത്രമല്ല, ഭഗവാൻ സ്വയം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഭഗവാനിൽ നിന്നും വേറൊരു രൂപം വരികയല്ല, ഭഗവാൻ സ്വയം വരികയാണ്. അതിനെയാണ് പരിപൂർണതമ എന്ന് പറയുന്നത്. അന്നേരം അതിനു മുമ്പേ പൂർണ്ണ അവതാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം. നരസിംഹസ്വാമി, ശ്രീരാമസ്വാമി, ഹരി എന്ന് പറയുന്നത് നമ്മുടെ ഗജേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വന്നു. പിന്നെ ഹരി തന്നെയാണ് നമ്മുടെ സമുദ്രമന്ഥന ലീലയിൽ ആ സമയത്തും ഭഗവാൻ അവതരിച്ചു. പിന്നെ അതായത് 1000 കൈകളോട് കൂടി മന്ദരപർവ്വതത്തെ മുകളിൽ നിന്ന് പിടിച്ചു നിർത്തി, അത് ഹരിയായിരുന്നു. ഓക്കെ, പിന്നെ ഭഗവാൻ ഹരി തന്നെയാണ് ശ്വേതദ്വീപിൽ ഭഗവാൻ ഇരിക്കുന്നത്. ഓക്കെ, എല്ലാവരുടെയും ഭരണാധികാരിയായിട്ട്, പരമാത്മാവായിട്ട്. അതുകൂടാതെ വൈകുണ്ഠൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ ഒരു അവതാരമുണ്ട്. ഓക്കെ, അതുകൂടാതെ യജ്ഞൻ, നരനാരായണ ഋഷി, ഇതെല്ലാം പൂർണ്ണ അവതാരങ്ങളിൽ പെടുന്നു. ഓക്കെ, ഇനി പരിപൂർണതമ എന്ന് പറഞ്ഞാൽ സ്വയം ഭഗവാൻ, അത് ശ്രീകൃഷ്ണ ഭഗവാനാണ്, പരമദിവ്യോത്തമ പുരുഷൻ. അന്നേരം പൊതുവേ നമ്മൾ നാട്ടിലുള്ള മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അവതാരം എന്ന്, നാരായണൻ്റെ ഒരു അവതാരം എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പൻ യഥാർത്ഥത്തിൽ ആരാണ്? ഗുരുവായൂരപ്പൻ വിഷ്ണുവല്ല, വിഷ്ണുവിൻ്റെ അവതാരമല്ല. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ സ്വയം ഭഗവാൻ. അതിൻ്റെ അർത്ഥം വിഷ്ണു എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ആളാണെന്നോ അല്ല, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷേ ഭഗവാന്റെ പൂർണ്ണ രൂപത്തെ ഒരു വിഷ്ണു രൂപത്തിലൂടെ ഭഗവാൻ പ്രകടിപ്പിക്കത്തില്ല. ഗുരുവായൂരപ്പൻ ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എങ്കിലും ഭഗവാൻ വിഷ്ണു അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേവകീ നന്ദനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അത് നമുക്കറിയാമല്ലോ. ദ്വാരകയിൽ നിന്നും ദേവകി അമ്മയും വസുദേവരും പൂജിച്ച ആ വിഗ്രഹമാണ് ഗുരുവായൂരിലിരിക്കുന്നത്, അല്ലേ? അന്നേരം ഗുരുവായൂരിലിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത് പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഇദ്ദേഹം അഖില കോടി ബ്രഹ്മാണ്ടങ്ങളുടെയും നായകനാണ്, ഇതിൻ്റെ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. ഇതാര് പറയുന്നു? നാരദ മഹർഷി പറയുകയാണ് ബഹ്ലാശ്വരാജാവിനോട്. ഓക്കെ, അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ധാമം എന്ന് പറഞ്ഞാൽ ഗോലോകം. അന്നേരം അംശാവതാരങ്ങളുടെ ഉദ്ദേശം എന്താണ്? അംശാവതാരങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരദ മഹർഷി പറയുന്നു, ഭഗവാന്റെ ഉദ്ദേശത്തിന് വേണ്ടി ഈ ലോകത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് ഈ അംശാവതാരങ്ങൾ ലോകത്തിൻ്റെ ഉദ്ദേശങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അംശാവതാരങ്ങളിൽ നമ്മൾ പഠിച്ചു, ബ്രഹ്മദേവനെ പോലുള്ള, ബ്രഹ്മദേവനാണ് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അന്നേരം അവരുടെ ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ ജോലിയാണ്, എല്ലാം ഒന്ന് മേൽനോട്ടം വഹിക്കുക എന്നതാണ് അംശാവതാരങ്ങളുടെ ലക്ഷ്യം. അംശ അവതാരങ്ങളുടെ ലക്ഷ്യം എന്താണ്? ആ ഭഗവാന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. എക്സിക്യൂഷൻ, പ്രവർത്തനമാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, അന്നേരം അംശാവതാരങ്ങൾ ഭഗവാന്റെ ലക്ഷ്യത്തിന് മേൽനോട്ടം വഹിക്കുന്നു, അത് പരിപാലനത്തിൻ്റെ മേൽനോട്ടം നോക്കുന്നു. ബ്രഹ്മദേവനെ പോലുള്ള ഭഗവാന്റെ അംശാവതാരമാണ്. ഇനി അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മരീചി പോലുള്ള ഋഷിമാരൊക്കെ. ഓക്കെ, അന്നേരം ഇവിടെ പറയുന്നു നാരദ മഹർഷി, രാജൻ, ഈ ഓരോ അവതാരത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അവതാരങ്ങളിൽ ഭഗവാൻ വിഷ്ണു ഒരു ജീവാത്മാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, അദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രത്യേക കാര്യം നടത്തുന്നു, എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് മാറുന്നു. അതിൻ്റെ ഉദാഹരണം എന്താ പറഞ്ഞാൽ പരശുരാമസ്വാമി. എന്നിട്ട് ഇവിടെ പറയുന്നു, യുഗങ്ങളോളം ഹരിയുടെ കലാവതാരങ്ങൾ കപിലമുനി, അല്ലേ? അന്നേരം കലാവതാരങ്ങൾ ഭഗവാന്റെ ഒരു ഭാഗം, അതിനെയാണ് കലാവതാരം എന്ന് പറയുന്നത്. അംശം എന്ന് പറഞ്ഞാൽ അംശം വളരെ ചെറുത്, ആ ഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗം, മനസ്സിലായില്ലേ? അന്നേരം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം കല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വലിയൊരു ഭാഗമാണ്. അന്നേരം മറ്റ് അംശങ്ങളൊന്നും സ്വയം സാക്ഷാത് ഭഗവാൻ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഭഗവാനാണ്. ഓൾമോസ്റ്റ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെറിയ ഭഗവാൻ വലിയ ഭഗവാൻ അങ്ങനെയല്ല. മനസ്സിലാക്കാൻ കുറച്ച് ടഫായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഭഗവാൻ തന്നെയാണെങ്കിലും ഭഗവാന്റെ പൂർണ്ണ ശക്തി അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഭഗവാന്റെ കലാവതാരങ്ങൾ, അതായത് കപിലമുനി അങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി പല പല ശിക്ഷണങ്ങൾ നൽകുന്നു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അന്നേരം തിരിച്ചു പോകുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അവരില്ലാതെ ആകുന്നില്ല, അവർക്കെല്ലാം ഒരു ലോകമുണ്ട്, അവരെന്നും കാണും. ഇനി പൂർണ്ണ അവതാരങ്ങളിൽ എന്തൊക്കെ പെടും? നമ്മൾ നേരത്തെ കേട്ടില്ലേ, നരസിംഹസ്വാമി, ശ്രീരാമസ്വാമി, അതൊക്കെ. അന്നേരം ഈ പൂർണ്ണ അവതാരങ്ങളിൽ ചതുർവ്യൂഹങ്ങളുമുണ്ട്. അവിടെ പ്രത്യേകിച്ച് പൂർണ്ണാവതാരങ്ങളുടെ ഉദ്ദേശം വീരസാഹസിക കൃത്യങ്ങൾ കാണിക്കുക, എന്നിട്ട് പലതരത്തിലുള്ള രസങ്ങൾ ഭക്തർക്ക് ഭക്തർക്ക് നൽകുക എന്നതാണ്. രസങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ വീര്യം, ഭഗവാന്റെ ആ ഒരു സൗന്ദര്യ രസം, അതൊക്കെ എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള, അതാണ് പൂർണ്ണാവതാരങ്ങളുടെ ലക്ഷ്യം. ഇപ്പം നരസിംഹസ്വാമി
നമുക്ക് കാണുമ്പോൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അല്ലേ. ശ്രീരാമസ്വാമി അങ്ങനെയൊക്കെയാണ്. ഇനി നാരദ മഹർഷി പറയുന്നു, ഋഷിമാരുടെ നിർദ്ദേശപ്രകാരം അന്നേരം ഇത് രൂപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ അസംഖ്യ രൂപങ്ങളുണ്ടല്ലോ. അന്നേരം ഓരോ രൂപങ്ങളും ഭഗവാന്റെ അംശമാണോ, അംശാംശമാണോ, കലയാണോ, അതോ പൂർണ്ണമാണോ, അതോ ആവേശമാണോ, അതോ പരിപൂർണതമമാണോ എന്ന്. അന്നേരം പരിപൂർണതമം എന്ന് പറയുന്നത് എന്താണ്? സ്വയം ഭഗവാനാണ്. ആ രൂപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിപൂർണതമ രൂപത്തിൽ ഭഗവാന്റെ ഈ അംശാംശ, കല, ആവേശ എല്ലാം, പൂർണ്ണാവതാരങ്ങൾ എല്ലാം അതിനകത്ത് അടക്കിയിട്ടുണ്ട്. അതായത് പരിപൂർണതമ എന്ന് പറഞ്ഞാൽ സ്വയം ഭഗവാനാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇവിടെ പറയുന്നു, മറ്റ് അവതാരങ്ങളിൽ കാണുന്ന എല്ലാ പ്രത്യേകതകളും, അംശാംശ, കല, പൂർണ്ണ, ആവേശ, ഇതിലുള്ള എല്ലാം ഭഗവാന്റെ ഉള്ളിലുണ്ടെന്ന് പറയുന്നു. അന്നേരം ഇവിടെ പറയുന്നു, പരിപൂർണതമ രൂപം ഒറ്റ ഒരു രൂപമേ ഉള്ളൂ, അത് ശ്രീകൃഷ്ണ രൂപമാണ്, ഗുരുവായൂരപ്പൻ്റെ രൂപം. അതാണ്, വേറെ ആരും അതിൽ പരിപൂർണതമ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒറ്റ ഒരു രൂപമേ ഉള്ളൂ. ബാക്കിയുള്ളതിൽ പൂർണ്ണ രൂപങ്ങൾ ഒരുപാടുണ്ട്, ആവേശരൂപങ്ങളുണ്ട്, കലാരൂപങ്ങളുണ്ട്, അംശമുണ്ട്. പക്ഷേ ഭഗവാൻ എന്ന് പറയുന്ന ആ പരിപൂർണതമ രൂപം ഒരേ ഒരാളേ ഉള്ളൂ, അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ വരുന്നു. പക്ഷേ ആ ഒരു ലക്ഷ്യത്തിനോടൊപ്പം തന്നെ ഒരുപാട് ലക്ഷ്യങ്ങളെയും പൂർത്തീകരിക്കുന്നു. അദ്ദേഹം പരിപൂർണമാണ്, ഏറ്റവും പുരാതനനാണ്, അദ്ദേഹം ഏറ്റവും ഉന്നതനാണ്, അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠനാണ്, അദ്ദേഹം പരമോന്നത ഭഗവാനാണ്, അദ്ദേഹം എല്ലാ ഉന്നത വ്യക്തികളുടെയും സ്വാമിയാണ്, അദ്ദേഹം സച്ചിദാനന്ദനാണ്, അദ്ദേഹം കാരുണ്യ ശിരോമണിയാണ്, എല്ലാ തരത്തിലുള്ള ഗുണങ്ങളുടെയും ഉറവിടമാണ്. ആ പരിപൂർണതമ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് നാരദ മഹർഷി പറയുന്നു. എന്നിട്ട് ഇതെല്ലാം ആരോട് പറയുന്നു? ഈ ഗർഗമുനി ശൗനകാദി ഋഷികൾക്ക് പറയാണ്. അത് തന്നെയാണ് നാരദ മഹർഷി ബഹുലാശ്വ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ക്ഷമിക്കണം, ഗർഗമുനി ശൗനകാദി ഋഷികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ബഹുലാശ്വ ഋഷിക്ക് നാരദ മഹർഷി എന്താണോ പറഞ്ഞു കൊടുത്തത് അതാണ് ഗർഗമുനി പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആയില്ലല്ലോ അല്ലേ? അന്നേരം ഗർഗമുനി ശൗനകാദി ഋഷികളെ കാണാൻ വരികയാണ്. എപ്പോഴാണ്? കലിയുഗത്തിൻ്റെ ആരംഭഘട്ടത്തിൽ. അപ്പോൾ ഗർഗമുനിയോടാണ് ചോദിക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും ഭഗവാൻ എപ്പോഴൊക്കെയാണ് വരുന്നത്? അന്നേരം ഗർഗമുനിയാണ് ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇതിനു മുമ്പേ ഇതേപോലൊരു ചർച്ച നടന്നിരുന്നു. ആരുമായിട്ട്? നാരദ മഹർഷിയും മിഥിലയിലുള്ള രാജാവുമായിട്ട്, ബഹുലാശ്വ രാജാവുമായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗർഗമഹർഷി പറഞ്ഞു. ഇത് കേട്ടിട്ട് ബഹുലാശ്വ രാജാവ് വളരെയധികം സന്തോഷിച്ചു. ഭഗവാനോടുള്ള അദ്ദേഹം ഭക്തനാണ് ഭഗവാന്റെ, അല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന് രോമാഞ്ചം ഉണ്ടായി. അദ്ദേഹം കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരാൻ തുടങ്ങി. എന്നിട്ട് നാരദ മഹർഷി അടുത്ത് പറഞ്ഞു, ബഹുലാശ്വ രാജാവ് പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണതമ രൂപമാണല്ലോ ഭഗവാന്റെ, അല്ലേ? അതെന്തിനാണ് ഈ ഭാരതവർഷത്തിൽ വന്നത്? അതെന്തിനാണ് ദ്വാരകയിൽ അവതരിച്ചത്? ബ്രാഹ്മണശ്രേഷ്ഠ മഹർഷി, അദ്ദേഹത്തിൻ്റെ അസംഖ്യം ലീലകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗോലോകധാമത്തെക്കുറിച്ചും എനിക്കൊന്ന് വർണ്ണിച്ചു തരണമെന്ന് പറഞ്ഞു. നൂറ് വർഷങ്ങളോളം തപസ്യ ചെയ്ത് പല പല തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിച്ചാൽ ഒരു വ്യക്തിക്ക് അങ്ങേപ്പോലുള്ള ഭക്തരുടെ സമ്പർക്കം ലഭിക്കും. അങ്ങേപ്പോലുള്ള ഭക്തരെ ലഭിച്ചാൽ മാത്രമേ എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കഴിയൂ എന്ന് ബഹുലാശ്വ രാജാവ് പറയുകയാണ്.
എന്നിട്ട് ബലാശ്വരാജാവ് പറഞ്ഞു, അങ്ങയിൽ നിന്ന് ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ ഉരുകുകയാണ് ഭഗവാനോടുള്ള പ്രേമത്താൽ. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഭഗവാന്റെ സേവകരുടെ 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 സേവകരാണ്. ആ പരമോന്നതനായിട്ടുള്ള ഭഗവാൻ, ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ ഭഗവാൻ എൻ്റെ മുമ്പിൽ എന്നെങ്കിലും പ്രകടമാകുമോ, ദർശനം നൽകുമോ എന്ന് രാജാവ് ചോദിക്കുകയാണ്. ഉടൻ തന്നെ നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് വലിയ ഭാഗ്യവാനാണ് രാജാവേ. ശ്രീകൃഷ്ണ ഭഗവാന് അങ്ങയോട് ഒരുപാട് ബഹുമാനമുണ്ട്. ഭഗവാൻ ഹരി അങ്ങയെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ ഭക്തദാസനായ ഭഗവാൻ തീർച്ചയായിട്ടും അങ്ങയുടെ മുമ്പിൽ വരും എന്ന് പറയുകയാണ്. അദ്ദേഹം ജനാർദ്ദനാണ്, ബ്രാഹ്മണരുടെ എല്ലാം ഒരേ ഒരു ആശ്രയമാണ്. ഭഗവാൻ അങ്ങേ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ് നാരദ മഹർഷി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ അധ്യായം ഗർഗഭാഗവത്തിൽ നിന്ന് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി അടുത്ത ഭാഗം നമുക്ക് നാളെ എടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അന്നേരം എന്തായാലും തുടക്കമിടാൻ നമുക്ക് പറ്റി. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പനെക്കുറിച്ച്, നിങ്ങളുടെ സ്വന്തം ഗുരുവായൂരപ്പനെക്കുറിച്ച്, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെക്കുറിച്ച് ഇനി ഓരോരോ വീഡിയോകളിലൂടെ ഗർഗഭാഗവത്തിൽ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഭഗവാനെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിലൂടെ ഭഗവാനോടുള്ള ആ പ്രേമം നമുക്ക് വർദ്ധിക്കും. അതിലൂടെ ഈ ഭൗതിക ലോകത്തിനോടുള്ള ആസക്തികളെ മറക്കാനും ഭഗവാനായിട്ട് കൂടുതൽ അടുക്കാനും, പാണ്ഡവരെങ്ങനെയായിരുന്നോ ഭഗവാനായിട്ട് കൂടുതൽ അടുത്തത്, എല്ലാ ഉത്തരവാദിത്തങ്ങളെയും നിറവേറ്റി ആസക്തിയില്ലാതെ ഒടുവിൽ ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ പറ്റിയവർക്ക് അതേപോലെ നമുക്കും പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തു നിൽക്കുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.